ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തിൽ കർത്താവ് നമ്മളോട് പറയുന്ന വാക്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ എൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായി ഞാൻ ചെയ്യുകയാണ്. മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം 69 അധ്യായം 1 വാക്യം. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. ഒരു ഭക്തൻ്റെ നിലവിളിയാണ്. ഞാൻ വെള്ളത്തിൽ താണു പോകുന്നു, ഞാൻ മുങ്ങിപ്പോകുന്നു എന്ന് വിളിക്കുന്ന ഒരു വാക്യമാണ് ഞാൻ വായിച്ചത്. കർത്താവ് അരിഷ്ടൻ്റെ ശത്രുക്കളുടെ പ്രതികാരത്തിനായി അരിഷ്ടൻ്റെ നിലവിളി, ശത്രുവിൻ്റെ പ്രതികാരത്തിനായി അരിഷ്ടൻ്റെ നിലവിളിയാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഒരു അരിഷ്ടൻ്റെ നിലവിളി, യാതൊരു സഹായമില്ലാതെ, ഒരു ആശ്രയമില്ലാതെ, മനുഷ്യനാലും ദൈവത്താൽ പോലും ത്യജിക്കപ്പെട്ട് ഇരിക്കുന്ന അരിഷ്ടൻ്റെ നിലവിളിയെ കർത്താവ് കേൾക്കുന്നു. എന്തുവാ? ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കും, ഞാൻ മുങ്ങിപ്പോകുന്നു കർത്താവേ എന്നാണ് പറഞ്ഞത്. ഞാൻ നിലയില്ലാതെ ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ഒരു ചേറ്റിലോട്ട് ഞാൻ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ കവിഞ്ഞൊഴുകുക, വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഡാം തുറന്നു വിടുമ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം, അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യം. വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ആ അവസ്ഥയായി പറയുന്ന വാക്യം ഇതാണ്. വെള്ളം കൊണ്ട് നമ്മൾ മുങ്ങി താഴെ പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അന്നേരം കൈനീട്ടി രക്ഷിക്കുന്ന ഈശോയുടെ കടന്നെത്തി രക്ഷിക്കുന്നതായിട്ടാണത് കാണുന്നത്. പത്രോസ് കടലിൽ നടന്നു വന്നു. അപ്പോൾ യേശുവിനെ കണ്ടെന്നിട്ടും പേടിച്ച് താഴെ വീണു. യേശു മൂലമായിട്ട് കടലിൽ പിന്നെ നടന്നതെന്നാണ് ഞാൻ സുവിശേഷത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ഈ തളർന്നിരിക്കുന്ന അവസ്ഥയെ കർത്താവ് വിടുവിക്കുന്നു. തളർന്ന് പ്രയാസമേറി വെള്ളത്തിൽ താണുപോകുന്ന അവസരത്തിൽ യേശു അവിടെ കടന്നെത്തുന്നു. യേശുപ്പച്ചൻ കടന്നെത്തുന്നു. യേശുപ്പച്ചൻ അവൻ്റെ ആ അരിഷ്ടൻ്റെ നിലവിളി കേൾക്കുന്നു എന്നാണ് നമുക്കറിയുന്നത്. ഇതിനകത്ത് ഒത്തിരി ഈ വാക്യം 69 സങ്കീർത്തനം വായിച്ചാൽ നമ്മൾക്ക് ഒരു ആശ്വാസം വരുന്ന ഒരു അധ്യായമാണ്. ഒന്ന് വായിക്കണം. സൈന്യങ്ങളുടെ യഹോവേ കർത്താവേ, നിന്നിൽ ആ പ്രത്യാശ വെക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. നിൻ്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. കണ്ടോ, ലജ്ജ മൂടിയിരിക്കുന്നു. ഈ അധ്യായത്തിൽ ഒത്തിരി പറയാനുണ്ടായ സമയം നോക്കട്ടെ, പറയാം. ഒരു ദിവസം ഞാൻ ഈ 69 ചാപ്റ്റർ പറയുന്നതായിരിക്കും. ഞാൻ യഹോവേ, പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ ദയയുടെ ബഹുത്വത്താൽ, നിൻ്റെ രക്ഷാവിശ്വസ്തിയാൽ എനിക്ക് ഉത്തരവരുളണമേ. തവയെ ഉത്തരവരുളണമേ എന്ന് ആവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ കരം നീട്ടി രക്ഷിക്കുന്നു. കരം നീട്ടി അവിടെ രക്ഷിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, ക്രൂശിൽ യാഗമായി തീർന്നു. അന്നേരം ദൈവം നമ്മളെ രക്ഷിക്കുന്നു എന്നാണ് അതിനർത്ഥം. ദൈവമേ, സിയോനെ രക്ഷിക്കും, അവൻ യഹൂദ നഗരങ്ങളെ പണിയും, അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. കർത്താവ് അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും. അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. കർത്താവിൽ വസിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയാക്കട്ടെ. കർത്താവിൻ്റെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുക, അരിഷ്ടൻ്റെ നിലവിളി നമ്മൾ കേട്ടു. അതുപോലെ നമ്മളും ആയിത്തീരുവാനും, നമ്മളും യേശുവിനെ മുറുകെ പിടിപ്പാനും, ക്രിസ്ത്യൻ വചനങ്ങളെ ധ്യാനിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിൽ ആരാധിക്കുവാൻ, യേശു മരിച്ചുപോയി, എന്നാൽ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മൾ നമ്മുടെ കിരീടം ആരും എടുക്കാതെ ഉള്ളതിനെ പറ്റിക്കൊണ്ടിരിക്കുവാൻ നമ്മൾ നോക്കണം. ദൈവത്തിൻ്റെ കിരീടം നമ്മൾ കിട്ടും. ആ കിരീടം ആരും എടുക്കാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ നമ്മൾ കടംപ്പെട്ടവരാണ്. ഈ ലോകത്തിൽ അനേകർ മത്സരിക്കുക, യേശുവിൻ്റെ കാര്യങ്ങളിൽ മത്സരിക്കുക. അപ്പോൾ അതിൽ നമ്മുടെ കിരീടം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ബൈബിൾ വാക്യം, പ്രാർത്ഥന, പാട്ട് എല്ലാം കർത്താവിൽ സൂക്ഷിക്കപ്പെടുവാനും കർത്താവിൽ നിലനിൽപ്പാനും കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് കൂടുതലായി യേശുവിനോട് അടുക്കുവാനും, യേശുവിനെ വിളിക്കുവാനും, യേശുവാണ് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ധ്യാനിപ്പാനും ഇടവരട്ടെ. നമ്മൾ
കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി 11 സ്റ്റെപ്പ് വെക്കും. നമ്മളൊരു 11 സ്റ്റെപ്പ് വെക്കാൻ കർത്താവ് 15 സ്റ്റെപ്പ് വെക്കും. അത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരും. ആമീൻ, ആമീൻ, ആമീൻ.